ഒക്ടോബർ 3-ാം തീയതി ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മുസ്ലിം സംഘടനയാണ്, അഖിലേന്ത്യാ മുസ്ലിം സംഘടനയാണ് ഈ ഒരു കാര്യം ഹർത്താൽ നടത്താൻ പോവുകയാണ് എന്നത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 3-ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻപ് ഭാരത് ബന്ദ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ നിരത്തുകളിലും KSRTC അതിന്റെ സർവീസുകൾ കൃത്യമായി തന്നെ നടത്തുമെന്ന് വലിയ വായിൽ പറഞ്ഞ ഗണേഷ് കുമാറിനെ അന്ന് ഭാരത് ബന്ദിന്റെ ദിവസം കണ്ടതേയില്ല. എന്തിനാ നമ്മുടെ ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പത്തനാപുരത്ത് പോലും ഒരൊറ്റ ബസ് പോലും സർവീസ് നടത്തിയിരുന്നില്ല. ഈ 3-ാം തീയതിയും എങ്ങനെയായിരിക്കും സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുക എന്ന് അറിയില്ല. എന്തായാലും ഒക്ടോബർ 3-ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായാണ് ബന്ദ്. രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആയിരിക്കും ബന്ദ്. കേരളത്തിൽ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നോക്കാം. രാജ്യത്തോടൊക്കെയുള്ള ആശുപത്രികൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയൊഴികെയുള്ള കടകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബന്ദിൽ സഹകരിക്കണം എന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടത്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കടകൾ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ബന്ദ് എങ്ങനെയായിരിക്കുമെന്ന സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ബോർഡ് വിവിധ വിഭാഗങ്ങളുടെ സഹകരണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ ഏതെല്ലാം സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും എന്ന കാര്യവും വ്യക്തമല്ല. ബന്ദ് എന്തിനാണ്? വഖഫ് ബില്ല്, അതായത് വഖഫ് ഭേദഗതി ബില്ല് 2025 നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ബന്ദ് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിയമത്തിനെതിരെ തങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു. ബന്ദ് രാജ്യത്ത് സമാധാനപരമായിരിക്കുമെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾ, തപാൽ പ്രവർത്തനങ്ങൾ, കൽക്കരി ഖനനം, വ്യാവസായിക ഉൽപ്പന്നവും സർക്കാർ നടത്തുന്ന പൊതുഗതാഗതം, സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും, ഗ്രാമപ്രദേശങ്ങൾ, കർഷകരുടെ നേതൃത്വത്തിൽ റാലികൾ ഇവയൊക്കെ തന്നെ നടക്കുമെന്നാണ് അറിയുന്നത്. സ്കൂളുകളും കോളേജുകളും സ്വകാര്യ ഓഫീസുകൾ, ട്രെയിൻ സേവനങ്ങൾ, ഈ വൈകലുകൾ സാധ്യമാണെങ്കിലും എല്ലാം തന്നെ തുറന്നിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം തന്നെ പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. രാജ്യമെമ്പാടുമുള്ള കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും. AITUCയിലെ അമർജിത് കൌർ വാർത്താ ഏജൻസിയായ PTAയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. മുൻപ് കർഷകർ നടത്തിയിരുന്ന ഭാരത് ബന്ദ് രാജ്യത്തെമ്പാടുമുള്ള സേവനങ്ങൾ നിലച്ചിരുന്നു. ബാങ്കിംഗ്, തപാൽ, കൽക്കരി ഖനനം, ഫാക്ടറികൾ, സംസ്ഥാന ഗതാഗത സേവനങ്ങൾ എന്നിവ പണിമുടക്കിനെ ബാധിച്ചിരുന്നു. ഹിന്ദ് മസ്തർ സഭയിൽ ഹർഭജൻ സിംഗ് സിന്ധു പറഞ്ഞതായി PTA പറഞ്ഞ വാക്കുകളായിരുന്നു അന്ന് ഇത്. പക്ഷെ അത് അപ്പാടെ തന്നെ നടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നതിൽ സംശയമില്ല. ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അടച്ചിടണമെന്നാണ് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺഫിക്കേഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് 2025 നിയമത്തിനെതിരായ സമാധാനപരമായ പ്രതിഷേധത്തിന്റെ പ്രകടനമാണ് ഈ ബന്ദ് എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് കേരളത്തെ ഇത് ബാധിക്കുക, കേരളത്തിലെ മറ്റിടങ്ങളിലേക്ക് ഇത് ബാധിക്കുമോ എന്നതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ നേരത്തെയുള്ള പണിമുടക്കാണെങ്കിൽ പല മേഖലകളിലെ ജീവനക്കാരും തൊഴിൽ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾ, സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ പോലെയുള്ള സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾ, ഗ്രാമീണ സമൂഹങ്ങൾ എന്നിവരും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പിൻവലിക്കപ്പെട്ട കർഷക നിയമങ്ങൾക്കെതിരായ ചരിത്രപരമായ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ നിന്ന് സംയുക്ത കിസാൻ മോർച്ച പോലെയുള്ള കർഷക വേദികളിൽ നിന്ന് പ്രതിഷേധത്തിന് പിന്തുണ ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന്. അതുപോലെ തന്നെ സ്റ്റീൽ പ്ലാന്റുകൾ, റെയിൽവേ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വ്യവസായങ്ങളിൽ നിന്നുള്ള പൊതുമേഖലാ ജീവനക്കാരും ഐക്യദാർഢ്യം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഈ സെന്റർ ഓഫ് ഇന്ത്യൻ ഗ്രേഡ് യൂണിയൻ, ഹിന്ദു മസ്ദൂർ സഭ, സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ എങ്ങനെയുള്ള അസോസിയേഷൻ ഒക്കെ തന്നെ അന്ന് പിന്തുണച്ചിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പിന്തുണയോടുകൂടിയാണ് കിസാൻ മോർച്ച നടത്തിയിരുന്ന ആ ഒരു ബന്ദ് വിജയകരമായിരുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും, വിജയമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിലേക്ക് അത് വരുന്നത്, എങ്ങനെയാണ് കേരളത്തിൽ ബന്ദ് ബാധിക്കുന്നത്, ഏത് മേഖലയിലേക്കാണ് ബന്ദ് ബാധിക്കുന്നത് എന്നതിന് വാർത്തയെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല.